അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2023-24 വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ 3-ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം. നമുക്ക് ഓരോ വിഷയങ്ങളും അതിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് നോക്കാം. ആദ്യമായിട്ട് താരീഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യപേപ്പറിൻ്റെ 1-ാമത്തെ ചോദ്യത്തിൻ്റെ ഭാഗം ശരിക്ക് ശരി അടയാളം നൽകാം. ഇവിടെ നൽകിയ ഭാഗത്തിൽ ചോദ്യത്തിന് ഏതാണോ ശരി അവിടെ ടിക്ക് ചെയ്യുക, ശരി എന്ന് അടയാളപ്പെടുത്തുക. ചോദ്യം 1. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മകൻ യൂനുസ് അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം. ഇസ്മായിൽ അലൈഹിസ്സലാം എന്നുള്ളതാണ് ശരി, അവിടെ ശരി എന്ന് അടയാളപ്പെടുത്താം. ചോദ്യം 2. മക്കയുടെ ഉപനാമം ബക്ക എന്നാണ്. ചോദ്യം 3. ആമിന ബീവിയുടെ പിതാവ് വഹബ് എന്നാണ്. ചോദ്യം 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ്. ചോദ്യം 5. ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെ മാതാവ് ഹാജർ. ചോദ്യം 6. ഹലീമ ബീവിയുടെ മകൻ ലംറത്ത്. ചോദ്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. ചോദ്യം 1. അദ്നാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20-ാമത്തെ പിതാമഹനാണ്. ചോദ്യം 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലെത്താതെ അബൂ താലിബ് ഭക്ഷണം കഴിക്കുമായിരുന്നില്ല. ചോദ്യം 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6-ാം വയസ്സിൽ മാതാവിനോടൊപ്പം മദീനയിൽ പോയി. ചോദ്യം 4. ഈ കുട്ടി തൗറാത്തിൽ പറയപ്പെട്ട അവസാനത്തെ നബിയാണ്. ചോദ്യത്തിൻ്റെ 3-ാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. വഫാത്താകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിൻ്റെ വയസ്സ്. ഉത്തരം 20 വയസ്സ്. ചോദ്യം 2. ഖുറൈശികളുടെ നിസ്സഹകരണം മൂലം നബി കുടുംബം താമസിച്ചു എവിടെ? ഉത്തരം ഷിഅബ് അബി ത്വാലിബ്. ഷിഅബ് അബി ത്വാലിബിൽ. ചോദ്യം 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുലയൂട്ടി വളർത്തിയ ഹലീമ ബീവിയുടെ ഗോത്രം ഏതാണ്? ഉത്തരം ബനു സഅദ്. ചോദ്യം 4. ജുർഹൂം ഗോത്രക്കാർ മക്കയിൽ വന്ന് താമസമാക്കിയത് എപ്പോഴാണ്? ഉത്തരം സംസം എന്ന അത്ഭുത ജലം ഉറവയെടുത്തപ്പോൾ. ചോദ്യം 5. ആ വംശപരമ്പര പരിശുദ്ധമാണ്. ഏത് പരമ്പര? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും. ചോദ്യത്തിൻ്റെ 4-ാമത്തെ ഭാഗം 2 വീതം എഴുതാം എന്നതാണ്. ചോദ്യം 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങൾ. ഉത്തരം ഭൂമുഖത്തുള്ള ബിംബങ്ങൾ എല്ലാം തലകുത്തി വീണു. അനുഷിർവാൻ ചക്രവർത്തിയുടെ സിംഹാസനം പൊളിഞ്ഞു തരിപ്പണമായി. 2 വീതമാണ് എഴുതേണ്ടത്. അതുകൊണ്ട് ഏത് വേണമെങ്കിലും എഴുതാം. ഇവിടെ 2 ഭാഗം മാത്രമാണ് എഴുതിയിട്ടുള്ളത്.
ചോദ്യം 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൻ്റെ 7-ാം ദിവസം അബ്ദുൽ മുത്തലിബ് ചെയ്തത്? ഉത്തരം: അഖീഖ അറുത്ത് ഖുറൈശികളെ ക്ഷണിച്ചു സദ്യ നൽകി. 2. മുഹമ്മദ് എന്ന് പേര് വിളിക്കുകയും ചെയ്തു. ചോദ്യത്തിൻ്റെ 5-ാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ്. ചോദ്യം 1. ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെ സന്താനങ്ങളിൽ നിന്ന് കിനാനയെ തിരഞ്ഞെടുത്തു. കിനാനയിൽ നിന്ന് ഖുറൈശി ഗോത്രത്തെയും അതിൽ നിന്ന് എന്നെയും തിരഞ്ഞെടുത്തു. ഇവിടെ പൂരിപ്പിക്കേണ്ട ഭാഗത്ത് പൂരിപ്പിച്ച് എഴുതുക എന്നതാണ്. ഇനി നമുക്ക് അഖീദയുടെ ചോദ്യത്തിൻ്റെ രൂപം നോക്കാം. അഖീദയുടെ ചോദ്യത്തിൻ്റെ 1-ാമത്തെ ഭാഗം. ശരിക്ക് ശരി എന്ന അടയാളം നൽകാം. ചോദ്യം 1. നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും നന്മ നിറഞ്ഞതാവണം, അതാണ് ശരി. ചോദ്യം 2. റൂഹ് പിടിക്കുമ്പോഴാണ് മനുഷ്യർ മരിക്കുന്നത്, അതാണ് ശരി. ചോദ്യം 3. നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കുന്നവർ ജിബ്രീൽ അലൈഹിസ്സലാം. ചോദ്യം 4. എല്ലാം അറിയുന്നവൻ അല്ലാഹു. ചോദ്യം 5. നമ്മുടെ അമലുകൾ സ്വീകാര്യമാവാൻ ഈമാൻ കൂടിയേ തീരൂ. ചോദ്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം. ഇവരുടെ ജോലികൾ എഴുതാം. 1. അസ്രായീൽ അലൈഹിസ്സലാം, റൂഹ് പിടിക്കൽ. ചോദ്യം 2. ഇസ്രാഫിൽ അലൈഹിസ്സലാം, സൂറി എന്ന കാഹളത്തിൽ ഊതൽ. ചോദ്യം 3. മീകായിൽ അലൈഹിസ്സലാം, കാറ്റ്, ഇടി, മിന്ന്, മഴ, ഭക്ഷണം എന്നിവ ഏൽപ്പിക്കപ്പെട്ട മലക്ക്. ചോദ്യം 4. മാലിക് അലൈഹിസ്സലാം, നരകത്തെ കാക്കൽ. ചോദ്യം 5. റിളുവാൻ അലൈഹിസ്സലാം, സ്വർഗത്തെ കാക്കൽ. അടുത്ത ചോദ്യത്തിൻ്റെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. ചോദ്യം 1. നന്മയുടെ പ്രതിഫലം സൗഖ്യം നിറഞ്ഞ സ്വർഗമാണ്. ചോദ്യം 2. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ചോദ്യം 3. പോരായ്മയിൽ നിന്നെല്ലാം അല്ലാഹു പരിശുദ്ധനാണ്. ചോദ്യം 4. സ്വർഗവും നരകവും അല്ലാഹു സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. ചോദ്യത്തിൻ്റെ 4-ാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. മനുഷ്യരുടെ ഇടതുഭാഗത്തെ മലക്ക് എഴുതും എന്ത്? ഉത്തരം തിന്മ. ചോദ്യം 2. ഖബറിൽ മുൻകർ നക്കീർ അലൈഹിമസ്സലാം എന്തെല്ലാം ചോദിക്കും? ഉത്തരം റബ്ബിനെക്കുറിച്ചും നബിയെക്കുറിച്ചും ദീനിനെക്കുറിച്ചും മറ്റും ചോദിക്കും. ചോദ്യം 3. എന്തുകൊണ്ടാണ് മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത്? ഉത്തരം പ്രകാശത്താലാണ്. ചോദ്യം 4. ഈമാൻ എന്നാൽ എന്താണ്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളിലും നബിയെ സത്യമാക്കലാണ്. ചോദ്യത്തിൻ്റെ 5-ാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ്. ചോദ്യം 1. സത്യവിശ്വാസികളുടെ റൂഹിനെ പിടിക്കുന്ന രൂപം. ഉത്തരം നല്ല രൂപത്തിൽ വന്ന് സൗമ്യമായിട്ടാണ്. ചോദ്യം 2. അവിശ്വാസികളുടെ റൂഹിനെ പിടിക്കുന്ന രൂപം. ഉത്തരം ഭീകര രൂപത്തിൽ വന്ന് വളരെ കഠിനമായിട്ടായിരിക്കും. ഇനി നമുക്ക് ഫിഖ്ഹിൻ്റെ ചോദ്യത്തിൻ്റെ രൂപം നോക്കാം. ഫിഖ്ഹിൻ്റെ ചോദ്യത്തിൻ്റെ 1-ാമത്തെ ഭാഗം. ശരിക്ക് ശരി എന്ന് അടയാളം ചേർക്കാം. ചോദ്യം 1. ഉറക്കം കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയാൽ വുളൂഅ് മുറിയും, അതാണ് ശരി. ചോദ്യം 2.
വുളൂഇൻ്റെ ഷർത്തുകൾ 5. ചോദ്യം 3. വുളൂ ചെയ്യാൻ നിസ്കാരത്തിൻ്റെ സമയം ആവണം നിത്യ അശുദ്ധിയുള്ളവർക്ക്. ചോദ്യം 4. കുളിക്ക് 2 ഫർളുകളുണ്ട്. ചോദ്യം 5. നായ കൊണ്ട് അശുദ്ധമായാൽ 7 തവണ കഴുകണം. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. ചോദ്യം 1. രാവിലെ സൂര്യൻ ഉദിക്കും മുമ്പുള്ള നിസ്കാരം സുബ്ഹ്. ചോദ്യം 2. വുളൂഇന് വെള്ളം ശുദ്ധിയുള്ളതാണെന്ന് ഉറപ്പുവരുത്തണം. ചോദ്യം 3. വുളൂഇൻ്റെ അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കണം, നനഞ്ഞാൽ മതിയാവുകയില്ല. ചോദ്യം 4. മറ കൂടാതെ ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം ഹറാമാണ്. ചോദ്യം 5. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ഉടനെയുള്ള നിസ്കാരം മഗ്രിബ്. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം 2 വീതം എഴുതാം എന്നതാണ്. ചോദ്യം 1. വുളൂ ഇല്ലാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. വുളൂ ഇല്ലാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഇതിൽ നിന്ന് 2 എഴുതുക. നിസ്കാരത്തിന് പുറമെ നാം ചെയ്യുന്ന മറ്റു സുജൂദുകൾ: ജുമുഅയുടെ ഖുതുബ ഓതൽ, കഅബ തവാഫ് ചെയ്യൽ, മുസ്ഹഫ് തൊടലും അത് ചുമക്കലും. ഇതിൽ നിന്ന് 2 എഴുതിയാൽ മതി. ചോദ്യം 2. കുളി നിർബന്ധമാകാനുള്ള കാര്യങ്ങൾ. ഉത്തരം: മനിയ പുറപ്പെടൽ, ഫർജിൽ അശ്വ കടക്കൽ, ഹൈല് രക്തം മുറിയൽ, നിഫാസ് രക്തം മുറിയൽ, പ്രസവിക്കൽ. ചോദ്യം 3. വിസർജന മര്യാദകൾ. അതിൽ നിന്ന് 2 എഴുതുക. വിസർജന സ്ഥലത്ത് പാദരക്ഷ ധരിക്കുക, തലമറക്കുക, ഖുർആൻ ദിക്ർ പോലെയുള്ളവ ദേഹത്തിൽ നിന്ന് ഒഴിവാക്കുക, ഇടതുകാൽ വെച്ച് പ്രവേശിക്കുക, വലതുകാൽ വെച്ച് പുറത്തേക്ക് വരിക, വിസർജന വേളയിൽ സംസാരിക്കാതിരിക്കുക, കാരണമില്ലാതെ നിന്ന് മൂത്രിക്കാതിരിക്കുക, പ്രവേശിക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്നും പുറത്തേക്ക് വന്ന ശേഷം ഗുഫ്റാനക്കൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വഅഫാനി എന്നും ചൊല്ലുക. ഇതിൽ നിന്ന് 2 എഴുതിയാൽ മതി. ചോദ്യം 4. നജസല്ലാത്ത ശവങ്ങൾ. ഉത്തരം: മനുഷ്യൻ, മത്സ്യം, ജറാദ്. ഇവയിൽ നിന്ന് 2 എഴുതുക. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ്. ചോദ്യം 1. വുളൂഇൽ മുഖം കഴുകുന്നതിൻ്റെ ആദ്യത്തിൽ ചെയ്യേണ്ട നിയ്യത്ത്. ഉത്തരം: വുളൂഇൻ്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു. വുളൂഇൻ്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു. ചോദ്യം 2. നിർബന്ധമായ കുളിയുടെ നിയ്യത്ത്. കുളി എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. കുളി എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. ജലം കൊണ്ട് നജസായാൽ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത്? ഉത്തരം: നിറം, മണം, രുചി എന്നിവ പോകുന്നത് വരെ കഴുകണം. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം എന്തു ചൊല്ലണം? ചോദ്യം 1. വിസർജനത്തിന് പ്രവേശിക്കും മുമ്പ്. ഉത്തരം: ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ഇനി നമുക്ക് ലിസാനിൻ്റെ ചോദ്യരൂപം നോക്കാം. ലിസാനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളും. ചോദ്യം 1ാമത്തെ ഭാഗം നൂസിലു ബിൽ മുനാസിബി യോജിച്ചവ ചേർത്തെഴുതുക എന്നതാണ്.
ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട്. ആ പദങ്ങൾ താഴെ കൊടുത്ത ചോദ്യത്തിൽ വന്ന ഭാഗത്തിന് ചേർത്ത് പൂർത്തിയാക്കി എഴുതണം. നമുക്ക് നോക്കാം. ഇവിടെ ബ്രാക്കറ്റിൽ ഉഷുൻ, ഫിറാഷുൻ, കിതാബുൻ, അലർ റഅസി, അലാ കുല്ലി മുക്കല്ലഫിൻ. ഇനി ചോദ്യം നോക്കാം. ചോദ്യം 1, അലത്താവിലത്തി കിതാബുൻ. രണ്ടാമത്തെ ചോദ്യം അൽ ഇമാമത്തു അലർ റഅസി. ചോദ്യം 3, അല സരീരി ഫിറാഷുൻ. ചോദ്യം 4, അല ഷജറത്തി ഉഷുൻ. ചോദ്യം 5, അസ്വലാത്തു വാജിബത്തുൻ അലാ കുല്ലി മുക്കല്ലഫിൻ. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നജാലു അലാമത്ത സഹീഹുൻ ലിസ്സഹീഹി, അതായത് ശരിയായതിന് ശരിയെന്ന് അടയാളപ്പെടുത്തുക. ചോദ്യം 1, യാ സുബൈറു ഐന സാഅത്തുക. ഇവിടെ സാഅത്തുക എന്നതാണ് ശരി. ചോദ്യം 2, അസ്സലാമു അലൈക്കി യാ അമ്മത്തി. അസ്സലാമു അലൈക്കി യാ അമ്മത്തി. ചോദ്യം 3, അസ്സലാമു അലൈക്ക യാ ബഷീറു. അസ്സലാമു അലൈക്ക യാ ബഷീറു. ചോദ്യം 4, അൽ ഖമറു ഫിസ്സമായി. അൽ ഖമറു ഫിസ്സമായി. ചോദ്യം 5, ഫിൽ ബുസ്താനി അസ്ഹാറുൻ. ഫിൽ ബുസ്താനി അസ്ഹാറുൻ. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നുൻഷി ഉൽ അസ്ഇലത കമാ ഫിൽ മിസാലി. നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇവിടെ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്, അതിന് ചോദ്യമുണ്ടാക്കണം. അതിൽ ഒന്നാമത്തേത് ഇവിടെ ഒരു ചോദ്യവും ഉത്തരവും നൽകിയിട്ടുണ്ട്. ഐനൽ കഅബത്തു. അൽ കഅബത്തു ഫിൽ മക്ക. അൽ കഅബത്തു ഫിൽ മക്ക എന്നതിൻ്റെ ചോദ്യമാണ് ഐനൽ കഅബ. ഇനി നമുക്ക് ഉത്തരം നോക്കാം. അൽ ഉമ്മു ഫിൽ ബൈത്തി. ഇവിടെ ചോദ്യമുണ്ടാക്കേണ്ടത് ഐനൽ ഉമ്മു. രണ്ടാമത്തത് അൽ ഖാതമു ഫിൽ ഖിൻസരി. ചോദ്യമുണ്ടാക്കേണ്ടത് ഐനൽ ഖാതമു. അടുത്ത ചോദ്യം ഉണ്ടാക്കേണ്ടത് അൽ ഉഖ്തു ഫിൽ മദ്റസത്തി. ഇതിന് ചോദ്യമുണ്ടാക്കേണ്ടത് ഐനൽ ഉഖ്തു. ചോദ്യം നാലാമത്തത് അത്തിഫുലു ഫിൽ മഹ്ദി. ഇതിന് ചോദ്യമുണ്ടാക്കേണ്ടത് ഐനത്തിഫുലു. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം നുക്കമ്മിലു, പൂരിപ്പിക്കാം എന്നതാണ്. ഇവിടെ നമ്മൾ വിട്ട ഭാഗം പൂരിപ്പിച്ച് അതിനെ ശരിയാക്കണം. ചോദ്യം 1, സയ്യിൻ ലന അഖ്ലാഖന ഹസ്സിൻ ലന അഹ്വാലന. 2, സിദ് ലന ഇൽമൻ ലന വൻഫഅ ലന ബിഇൽമിന. ചോദ്യം 5, അഞ്ചാമത്തെ ഭാഗം നുറത്തിബു, നമുക്ക് ക്രമത്തിലാക്കാം, ഓർഡറിലാക്കണം. ഇവിടെ ഡിസോർഡറിൽ നൽകിയതിന് ഓർഡറിലാക്കി മാറ്റണം. ചോദ്യം 1, അലാ സത്ഹി അസ്സഫീനത്തു അൽ ബഹരി. ഇവിടെ ഓർഡറിൽ ചെയ്യേണ്ടത് അസ്സഫീനത്തു അലാ സത്ഹിൽ ബഹരി. ചോദ്യം 2, അലൽ അസ്ഹാരി അൽ അഗ്റാസ്. ഇതിനെ ഓർഡർ ചെയ്യേണ്ടത് അൽ അസ്ഹാറു അലൽ അഗ്റാസി. ചോദ്യം 3, അല്ലാഹുമ്മ വബിഹംദിക സുബ്ഹാനക. ഇതിനെ ഓർഡർ ചെയ്യേണ്ടത് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക. അടുത്ത ചോദ്യത്തിൻ്റെ ഭാഗം നുതർജിമു, പരിഭാഷപ്പെടുത്താം എന്നതാണ്, അഥവാ അർത്ഥം എഴുതുക. ഇവിടെ ചോദ്യം നൽകിയിട്ടുള്ളത് അൽ ഖലമു ഫിസ്സുന്ദൂഖി. ഇതിൻ്റെ അർത്ഥമാണ് പേന പെട്ടിയിലാണ്. പേന പെട്ടിയിലാണ്. നമുക്ക് ഇനി അഖ്ലാഖിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരം നോക്കാം. അഖ്ലാഖിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളും. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ശരിക്ക് ശരി അടയാളം ചേർക്കാം. ചോദ്യം 1, സൽസ്വഭാവികളുടെ
നല്ല ഒരു അടയാളം. ഉത്തരം സത്യം പറയൽ. ചോദ്യം 2. സൽസ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃക. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദ്യത്തിൻ്റെ 3ാമത്തെ ചോദ്യം, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഇൽമ് നാഫിയാകുന്നത്. ചോദ്യം 4. ഈമാനിൻ്റെ പകുതിയാണ് വൃത്തി. ചോദ്യം 5. തഹിർ ജിസ്മക നല്ലിഫ് സൗബക. ചോദ്യത്തിൻ്റെ 2ാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. ചോദ്യം 1. അള്ളാഹുവും വൃത്തിയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത്, കാരണം അവൻ പരിശുദ്ധനാണ്. ചോദ്യം 2. ഔലിയാക്കളുടെ നേതാവാണ് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി. ചോദ്യം 3. ഖുലിൽ ഹഖ വ ഇൻ കാന മുറ. ചോദ്യം 4. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. ചോദ്യം 5. പുതപ്പിൻ്റെ കര തട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ പാടുണ്ടായി. ചോദ്യത്തിൻ്റെ 3ാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. നാം അറിവ് പഠിക്കുന്നത് എന്തിനാണ്? ഉത്തരം അതുപോലെ ചെയ്യാനാണ്. ചോദ്യം 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ ചോദിക്കാറുണ്ടായിരുന്നു എന്തിനെ തൊട്ട്? ഉത്തരം ഉപകാരപ്പെടാത്ത അറിവിനെ തൊട്ട്. ഉപകാരപ്പെടാത്ത അറിവിനെ തൊട്ട്. ചോദ്യം 3. കൊള്ള തലവൻ ചോദിച്ചു, മോനെ നീ സത്യം പറയാൻ കാരണമെന്ത്? അപ്പോൾ അബ്ദുൽ ഖാദിർ എന്ന കുട്ടി എന്താണ് പറഞ്ഞത്? ഉത്തരം ഏത് ഘട്ടത്തിലും സത്യമേ പറയാവൂ എന്ന് ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉമ്മയുടെ ഉപദേശം ഒരിക്കലും തള്ളിക്കളയുകയില്ല. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം സൽസ്വഭാവികളുടെ ലക്ഷണങ്ങളിൽ 3 എഴുതാം. ഉത്തരം പരസ്പരം സ്നേഹിക്കുക, ബഹുമാനിക്കുക, പുഞ്ചിരിക്കുക, സഹായിക്കുക, നല്ലത് മാത്രം പറയുക തുടങ്ങിയവ സൽസ്വഭാവികളുടെ ലക്ഷണങ്ങളാണ്. ഇതിൽ നിന്ന് 3 എഴുതുക എന്നതാണ്. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം ക്രമത്തിലാക്കാം എന്നതാണ്. ഇവിടെ ഡിസോർഡറിൽ നൽകിയതിനെ ക്രമത്തിലാക്കണം. സിദിനി നാഫിയൻ അല്ലാഹുമ്മ ഇൽമൻ. ഇതിനെ ഓർഡറിലാക്കേണ്ടത് അല്ലാഹുമ്മ സിദിനി ഇൽമൻ നാഫിയ. ചോദ്യം 2. തഹിർന വജഅൽന അല്ലാഹ നല്ലിഫ്ന. ഇതിനെ ഓർഡറിൽ ചെയ്യേണ്ടത് അല്ലാ തഹിർന നല്ലിഫ്ന വജമ്മിൽന. അല്ലാ തഹിർന നല്ലിഫ്ന വജമ്മിൽന. അടുത്ത ചോദ്യത്തിൻ്റെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ്. ചോദ്യം 1. ദേഹം മുഴുവൻ വേണം വൃത്തി, വസ്ത്രം മുഴുവൻ വേണം വൃത്തി. ചോദ്യം 2. അത്തഹൂറു ഷത്തുറുൽ ഈമാൻ. ഇനി നമുക്ക് തജ്വീദിൻ്റെ ചോദ്യത്തിൻ്റെ ഭാഗം നോക്കാം. തജ്വീദിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളും. ചോദ്യത്തിൻ്റെ 1ാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട്. തഫ്ഹീം, തർക്കീഖ്, അദ്നൽ ഹൽഖ്, വസ്തുൽ ഹൽഖ്, അഖ്സൽ ഹൽഖ്. താഴെയുള്ള ചോദ്യത്തിന് ഏതാണോ ശരിയായി വരുന്നത് അത് ചേർത്തെഴുതുക. ചോദ്യം 1. തൊണ്ടയുടെ താഴെ അറ്റം.
അഖ്സൽ ഹൽഖ്. ചോദ്യം 2, തൊണ്ടയുടെ മദ്യം വസ്തുൽ ഹൽഖ്. ചോദ്യം 3, തൊണ്ടയുടെ മുകൾ അറ്റം അദ്നൽ ഹൽഖ്. ചോദ്യം 4, ശബ്ദം നേർപ്പിക്കൽ, ശബ്ദം കനപ്പിക്കൽ തഫ്ഖീം, ശബ്ദം കനപ്പിക്കൽ തഫ്ഖീം. ചോദ്യം 5, ശബ്ദം നേർപ്പിക്കൽ തർക്കീഖ്. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, ശരിക്ക് ശരി എന്ന അടയാളം നൽകാം. ചോദ്യം 1, വിവിധ ഘട്ടങ്ങളിലായി ഖുർആൻ ഇറക്കപ്പെട്ട വർഷം 23. ചോദ്യം 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആൻ. ചോദ്യം 3, ലിസാൻ നാവ്. ചോദ്യം 4, ഖൈശൂം തരിമൂക്ക്. ചോദ്യം 5, ഷഫതാൻ 2 ചുണ്ടുകൾ. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം, ഇവയുടെ മഖ്റജ് എഴുതാം. ചോദ്യം 1, ഖാഫ് നാവിൻ്റെ മുരടും അതോടെ നേരിടുന്ന അണ്ണാക്കും. ചോദ്യം 2, കാഫ് ഖാഫിൻ്റെ അല്പം താഴെ. ചോദ്യം 3, ലാദ് നാവിൻ്റെ 2/1 നീളത്തിൽ മേലെ അണപ്പല്ലുമായി ചേർത്ത്. ചോദ്യം 4, ത്വാ നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം, ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1, നാവിൽ നിന്ന് എത്ര അക്ഷരങ്ങളാണ് പുറപ്പെടുന്നത്? ഉത്തരം 18. ഉത്തരം 18. ചോദ്യം 2, ഖുർആൻ പാരായണം കുറ്റകരമാകും എപ്പോൾ? ഉത്തരം നിയമങ്ങൾ പാലിക്കാതെയുള്ള പാരായണം. ചോദ്യം 3, 5 സ്ഥലങ്ങളിലായി എത്ര മഖ്റജുകളുണ്ട്? ഉത്തരം 17. ഉത്തരം 17. ചോദ്യം 5, അഞ്ചാമത്തെ ഭാഗം ചോദ്യത്തിൻ്റെ, താഴെ പറയുന്നവ അറബിയാക്കാം. 1, മണിക്കൽ, അതിൻ്റെ അറബിയാണ് ഗുന്നത്ത്. ചോദ്യം 2, നീട്ടൽ, അതിൻ്റെ അറബിയാണ് മദ്. 3, ശബ്ദരീതി, അതിൻ്റെ അറബിയാണ് സിഫാത്ത്. ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. 1, ഖുർആൻ ഓതലും ഓതുന്നത് കേൾക്കലും അതിലേക്ക് നോക്കലും പ്രതിഫലമുള്ളതാണ്. ചോദ്യം 2, അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ്. പാഠഭാഗങ്ങളൊക്കെ നോക്കി നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയ്ക്ക് തയ്യാറാവുക. അള്ളാഹു നമുക്ക് നല്ല നിലയിൽ പഠിക്കാനും മനസ്സിലാക്കാനും പരീക്ഷയിൽ ഉന്നത വിജയം നേടാനും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.